ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനേ ഇന്ന് ഇത്തിരി മുതിര പുഴുങ്ങിയായിരുന്നു കേട്ടോ. അപ്പൊ ആ മുതിര പുഴുങ്ങിയത് രാവിലെ ഞാൻ കുറച്ച് കഴിച്ചു. പിന്നെ ഇത് കുറച്ചുണ്ട്. അപ്പൊ അതിങ്ങനെ പരിചയപ്പെടാന്ന് വിചാരിച്ച് ഇങ്ങനെ എടുത്തതാ. ഈ മുതിരയ്ക്ക് ഒരു വിശേഷം പറയാൻ എന്താ അറിയോ, ഈ കർക്കിടക മാസത്തിൽ തണുപ്പ് കാലല്ലേ. അപ്പൊ ഇങ്ങനെ ഈ തണുപ്പിൽ മുതിര പുഴുങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഈ കയ്യും കാലും കടയണേനൊക്കെ നല്ല ഭേദം ഉണ്ടാവുന്ന പറയാ. വാദസംബന്ധമായിട്ടുള്ള അസുഖത്തിനൊക്കെ നല്ലതാത്ര. അപ്പൊ അങ്ങനെ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഇതാട്ടോ. പിന്നെ ഇത് കഴിക്കാനും നല്ല രസമാണ്. അപ്പൊ ഞാനിതിപ്പോ വെറുതെ വറക്കാതെ പുഴുങ്ങിയതാണ്. വറക്കാതെ പുഴുങ്ങിയിട്ട് നമുക്ക് ചോറിലേക്കും കഴിക്കാം, അതല്ലാതെ വെറുതെ കഴിക്കാം. അപ്പൊ ഇതില് പിന്നെ തേങ്ങയും ശർക്കരയും ചേർത്തിട്ട് കഴിക്കുമ്പോൾ നല്ല രസമാണ്. ഞാൻ അങ്ങനെ രാവിലെ കഴിച്ചു, ബാക്കിയുള്ളതാട്ടത്. അപ്പൊ പിന്നെ അതല്ലാതെ ഇത് വറുത്തിട്ട് ഒരു ബ്രൗൺ കളറിലാവും. എന്നിട്ട് അതിങ്ങനെ ആ കല്ലൊക്കെ കളഞ്ഞ് നല്ല അരിച്ചിട്ട് കുക്കറിൽ ഒരു ആറ് വിസിലടിക്കണം, കുക്കറിൽ വറുത്തതാണെന്നുണ്ടെങ്കിൽ. അല്ലാതെ ഇത് പച്ചക്കാണെന്നുണ്ടെങ്കിൽ ഒരു 8 വിസിലൊക്കെ വരണം, എന്നാലേ നല്ല വെന്ത് കിട്ടുള്ളൂ. അപ്പൊ ഈ വറുത്ത മുതിരയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അതിന് നല്ലൊരു കളറും ആയിരിക്കും. അപ്പൊ അതില് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് തിന്നാൻ ഇതും തന്നെ നല്ല തന്നെയാണ്. എന്നാലും 2 ഐറ്റം ചെയ്യാം. പിന്നെ ഇത് വറുത്തരച്ച് കറി വെക്കാം, വെറും പച്ചത്തേങ്ങ അരച്ച് കറിയൊക്കെ വെച്ചിട്ട് പല രസത്തിലും കഴിക്കും കേട്ടോ. പൊടിച്ചിട്ട് വറുത്തരച്ചൊക്കെ കറി ഉണ്ടാക്കിയാലും നല്ല രസമാണ്. അപ്പൊ ഇങ്ങനെ മുതിര കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കിയിട്ട് ഇതേപോലെ എല്ലാവരും കഴിക്കുക, ഏറ്റവും നല്ലതാണ്. അതേപോലെ ഇങ്ങനെ വെള്ള പാത്രം വേണം, വെള്ള സ്പൂൺ വേണം എന്നൊന്നുമില്ല. ഞാനിതൊന്ന് എടുത്തുന്ന് മാത്രം ഉണ്ടായപ്പോ ഒരു ഭംഗിയൊക്കെ, അതാണ്. അപ്പൊ എല്ലാരും അങ്ങനെ മുതിര വെച്ച് കഴിച്ചോളൂ കേട്ടോ, നല്ല രസമാണ്.